ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജണി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതൊരു അടിപ്പ് സാധനമാണ്, ബബ്ബ. അതുകൊണ്ട് തന്നെ ഒരു അടിപ്പൊരാണ് നമ്മളൊപ്പം ഉണ്ട്, മുന്ന 2.0. അതായത് ബബ്ബ അഴിഞ്ഞാട്ടം ലിറിക് വീഡിയോ. ഈ അഴിഞ്ഞാട്ടം തുടങ്ങിയാലുള്ളത് ഭയങ്കര സംഭവമാണ്. പുള്ളിക്കാരന്റെ ഡയലോഗ്, അതെ അഴിഞ്ഞാട്ടം ആ സാധനം, പുള്ളിക്കാരന്റെ ഡയലോഗ് ഡെലിവറി ഭയങ്കര. അതുപോലെ ഒരു കിടന്ന സാധനം ഉണ്ടായിരുന്നു ലാസ്റ്റ് വന്നതില്, എന്താണ് ഇന്നും കൊഞ്ചം വേണുമോ അല്ലെ, ഇന്റെ നടയിൽ പോതുമാ ഇന്നും കൊഞ്ചം വേണുമാ. എന്തായാലും ഇന്ന വാട്ടി എന്താണ് നമുക്ക് തരാൻ പോണെന്ന് നോക്കാം. 4 മിനിറ്റ് ഉണ്ട്. എടാ വന്ന് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 59,403 വ്യൂ അപ്പൊ തന്നെ ആയി. ഓക്കെ, ഇതിന്റെ വേറൊരു സംഭവം നമുക്ക് നോക്കാനുള്ളത്, മോഹൻലാൽ, ദിലീപ്, ഷാൻ റഹ്മാൻ. ഓക്കെ, പുള്ളിക്കാരൻ അവിടെ ഉണ്ട് കേട്ടോ, പുള്ളി എവിടെയും പോയിട്ടില്ല. എല്ലാവരും പറയും ഷാൻ റഹ്മാൻ പോയി എന്നുള്ളത്. ഓരോ വീഡിയോ ഞാൻ അത് പറയുന്നുണ്ട്. ബിജയം ചെയ്യണത് നമ്മുടെ പുള്ളിക്കാരൻ തന്നെയാണ്. എന്താണ് പേര്, നമ്മുടെ അണ്ണൻ തിരിച്ചൊന്നുണ്ടല്ലോ, കിട്ടില്ല, മുന്നക്കും കിട്ടില്ല സൈസ്. അതായത് നമ്മുടെ അങ്ങള് പറയും താടി ഇങ്ങനെ കൂസന്താടില്ല, മറ്റേ മനസ്സിലായില്ലേ, അത് മതി, അത്ര കിട്ടിയാൽ മതി. നമുക്ക് കണ്ടു നോക്കാം പാട്ട് എങ്ങനെയുള്ളത്. ലിറിക്കൽ വീഡിയോ ആണ്. ഇടയ്ക്കിടയ്ക്ക് എവിടെങ്കിലൊക്കെ ലാലേട്ടന്റെ വല്ല ഡാൻസ് സ്റ്റെപ്പും വന്നാൽ പൊളി. റെഡി. ഗോപാലണന്റെ തലയിൽ കൂടെ പോകാൻ കണ്ടു ലാലേട്ടന്റെ കൈ. അത് ലാലേട്ടനുള്ള പാട്ടാണ്. നൂറിൻ ഷെരീഫോ എടാ, ഇത് MG എണ്ണനാണല്ലോ, MG കുമാർ. തുടക്കം ഒരു ഗുമ്പില്ല, 30 വയസ്സായി. ഗില്ലിന്റെ സാധനം വന്നു വരും അവിടെ. അയ്യോ പിന്നെ ലുക്കില്ലേ. തലവതി വിജയ് എല്ലാ പാട്ടും ഉണ്ടാവുമല്ലോ. അതെ അതെ, മോനെ എന്താ സ്റ്റെപ്പ് ഇത്, ലാലേട്ടന്റെ സ്ഥിരം സ്റ്റെപ്പ്. ഇത് റിയൽ ഓജി കാരണം കംപ്ലീറ്റ് ആക്ടറല്ല, ഇതിനെ കൊടുക്കല്ലേ. ഇത് റിയൽ ഓജി മോഹൻലാൽ. അതാരാ ഡാൻസ് ചെയ്ത്? അല്ലല്ല, അല്ലല്ലേ. ഓക്കെ ഓക്കെ, അവിടെ കറക്റ്റ് സ്റ്റെപ്പ്, കറക്റ്റ് വിജയ് പരിപാടി. ഓഹോ, ക്യാമറയ്ക്ക് കൈപ്പ് ഇങ്ങോട്ട് പടത്തിന് പറ്റിയ സാധനം. അതെ, ലുക്കും എന്താ രസല്ലേ, സ്റ്റൈലായി. ഗില്ലി യൂണിവേഴ്സ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ജനപ്രിയ നായകൻ. ഇത് ചില ആളുകളുടെ നെഞ്ചത്താണ് ഏറ്റ്. ഇത് വേറെ ലിയോ അത് നോക്കുന്നത് കൊല തൂക്കുന്നു.
ആ റെഡി വരവാടാ. സിംഹത്തിനെ അത് ദിലീപേട്ടനൊക്കെ ആണ്. പോ നിക്കട കുട്ട. എന്ത് തോന്നുന്നു? അടിപൊളിയാണ്. പക്ഷെ ഈ റീലിട്ട് കളിപ്പിക്കണം. ഞാനൊരു കാര്യം പറയാം, തുടക്കത്തിലുള്ള ചിലർക്ക് നമ്പനൊക്കെ പറഞ്ഞു എനിക്ക് കയ്യിന്ന് പോയത് എന്താണ് ചിലർക്ക് അണ്ണനാന്നൊക്കെ പറഞ്ഞു. പക്ഷെ MGന്റെ വോയിസും പിന്നീട് തൂക്കിയിട്ട സാധനം എനിക്ക് സീരിയസ്ലി ഈ പറഞ്ഞ പോലെ തുടക്കം എനിക്ക് ഇഷ്ടമായില്ല. ഇത് കയ്യിന്ന് പോകുന്നിരുന്ന് ഇങ്ങനെ നിൽക്കണം, എന്താ ഇങ്ങടെ ഗുണം. പിന്നെ കൊലത്തൂക്ക്. ഇതേ ഞാൻ ഇതിന്റെ PK ട്രോളിന്റെ ട്രോൾ വീഡിയോയിൽ വന്നൊരു സാധനമുണ്ട്. അതായത് ചില കാര്യങ്ങൾ മുൻകൂട്ടി ഗ്രഹിക്കാൻ ഇയാൾക്കൊരു പ്രത്യേക കഴിവാണ് സമ്മതിച്ചു പറ്റുള്ളൂ. അതായത് ഇപ്പൊ എല്ലായിടത്തും എന്റെ മുഖമാണെന്ന് പറഞ്ഞില്ലേ, ആ ഡയലോഗ് പോലെ ഇവിടെ നോക്ക് ഹൈപ്പ് കയറി എങ്ങോട്ട് ഇതിന്റെ എങ്ങനെ ചോദിക്കണേ, ഹൈപ്പ് കയറി എങ്ങോട്ട്, ഇനി ഇതും കൂടി വരുമ്പോ ഹൈപ്പ് ഇനിയും കയറും. ഇത് വേറെ ലെവൽ. ആൻഡ് ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് വിജയിസം കുറെ സ്ഥലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗില്ലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പോലെ ഇത് എന്തൊക്കെയോ വിജയിട്ട്, ഇനി വിജയെങ്ങാനും വരുമോ എന്നാ തിയേറ്റർ ബ്ലാസ്റ്റ് ആയി കയറിടോ. അല്ല ചാൻസ് ഇല്ല, അത് വെറുതെ പറഞ്ഞു വെക്കണ്ടേ, എന്തിനാ വെറുതെ അല്ലെ. കാരണം ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മൾ 5 പേർക്ക് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മഞ്ചേരി ഇവിടെ വരുന്നത്, ഇവിടെ എവിടെ ഇല്ല അല്ല എവിടെയും പോകും, കോഴിക്കോട് വരും കാണും, അത് നമ്മൾ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ ഇവനും ഭ്രാന്തനാണ്, പോണ ആൾക്കാരും ഭ്രാന്തന്മാരാണ്, എന്തായാലും പോയി കാണും. സോ ഇതില് വിജയിന്റെ കൈ ഇങ്ങനെ വന്ന സാധനം, ആ വിജയിന്റെ ഇതുണ്ടല്ലോ, അതിന് പകരം ജസ്റ്റ് ആ കൈ പിന്നെ വാടാന്ന് പറഞ്ഞ സംഭവം. പിന്നെ ശരിക്കും ഇത് നമുക്ക് അവരെ രണ്ടാരെയും കുറിച്ച് കുറെ പാട്ടിൽ വന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 90% വിജയിന്റെ പരിപാടികളും പിന്നെ ലാലേട്ടനൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലെയൊക്കെ തോന്നി കുറെ സ്ഥലത്ത്. ലാലേട്ടൻ ഇതിൽ വരുന്ന ലാസ്റ്റിലെ ക്യാമിയോ ഭാഗം വേറെ ലെവലായിക്കാരം. എനിക്ക് ഉറപ്പാണ് ലാലേട്ടൻ അഴിഞ്ഞിടേണ്ട ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, കംപ്ലീറ്റ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒന്നും നോക്കാതെ ഇറങ്ങി പ്രവർത്തിക്കുന്ന പരിപാടികൾ, അങ്ങനത്തെ ഒരു സാധനം ആവാനുള്ള എല്ലാ സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. സോ 18-ാം തീയതി തിയേറ്ററിൽ പോകുമ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് പോകുന്നത്. ഹൈപ്പ് കയറ്റി വെക്കണ്ടെന്ന് എപ്പോഴും മനസ്സിൽ വെക്കുന്നുണ്ട്. കാരണം ദിലീപേട്ടൻ്റെ നല്ലൊരു കംബാക്ക് ഞാൻ പേഴ്സണലി അത് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ സമയം പറയുമ്പോഴും കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ബട്ട് ആസ് ആൻ ആക്ടർ ഈസ് ബ്രില്യന്റ്. ഭയങ്കര അത് ശരിക്കും ദിലീപനാണെങ്കിൽ പൊള്ളിച്ചുട്ടോ. പക്ഷെ ഇതിന്റെ വേറെ സംഭവം ഉണ്ട്, ഇവർ ചെറിയ ചെറിയ മൂവ്മെന്റ് സാധനങ്ങളേ ഉള്ളൂ, പക്ഷെ ക്യാമറ മൂവ്മെന്റ് കൊണ്ടേ താരിപ്പിച്ചുട്ടോ. പിന്നെ ലിയോന്റെ സാധനം പറഞ്ഞത് എനിക്ക് അതേമാതിരി അല്ല അത് നമുക്ക് കോപ്പിയല്ലത്. വിജയ് ഉണ്ട്, ഗില്ലി യൂണിവേഴ്സ് എഴുതി കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് കാണിക്കുമ്പോ ഇങ്ങനെ റങ്കാണ്. ഇത് രോമം എണീറ്റ് വരില്ല, എയിലാണത്, ഇത് എണീറ്റ് വരുന്ന സാധനം ഉണ്ടല്ലോ, അത് ട്രോൾസിലൊക്കെ എപ്പോഴും കാണാം, അതേപോലെ രോമം എണീറ്റു. സോ കട്ടായിട്ട് വ്യാഴാഴ്ച അല്ലേ, ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 2 ദിവസം, 2 more days. സോ അതിന്റെ റിവ്യൂ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാ സമയത്തും പറയുന്ന പോലെ നമ്മൾ പടം കാണും, ജെന്യുവൻ റിവ്യൂ പറയും. ബട്ട് സ്വാഭാവികമായിട്ടും നല്ല നല്ല ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് എന്താ പറയുക ബ്ലാസ്റ്റ് ഐറ്റം. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ